അമേരിക്കയ്ക്കും ഇറാനും ഇടയിലുള്ള ഒരു യുദ്ധ സാഹചര്യത്തെക്കുറിച്ചാണ്. ഈ യുദ്ധ സാഹചര്യം ഒരു വശത്ത് മുറുകുമ്പോഴും മറുവശത്ത് അനുനയത്തിൻ്റെയോ സമാധാനത്തിൻ്റെയോ ചർച്ചകളും ശ്രമങ്ങളുമൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ ഒമാനിൽ ചർച്ച നടന്നു, അതിൻ്റെ രണ്ടാം ഘട്ടം ജനീവയിൽ നടന്നു, അതിൻ്റെ തുടർ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഹോർമുസ് കടലിടുക്കിലേക്ക് കൂടുതൽ പോർ വിമാനങ്ങൾ അയക്കുന്നു, ഇറാനെ ചുറ്റി വളയുന്നു അമേരിക്ക. അതേസമയം ഇറാനും വിട്ടുകൊടുക്കുന്നില്ല. അടിച്ചാൽ തിരിച്ചടിക്കാനുള്ള എല്ലാ സന്നാഹങ്ങളും ഇപ്പുറത്തും ഒരുക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സമാധാനത്തിൻ്റെ ശ്രമങ്ങൾ ഒരു ഭാഗത്ത് തുടരുമ്പോഴും ഈ യുദ്ധസന്നാഹങ്ങളിൽ നിന്ന്, അതിനുള്ള ശ്രമങ്ങളിൽ നിന്ന് ട്രംപും അമേരിക്കയും പിൻവാങ്ങാത്തത്? അമേരിക്കയ്ക്ക് എപ്പോഴും യുദ്ധം തന്നെയാണോ ആത്യന്തികമായ ലക്ഷ്യം എന്ന വിഷയം കൂടി സംസാരിക്കുകയാണ്. ജിംസ്, അങ്ങനെയാണോ? ട്രംപ് യുദ്ധം, സമാധാനവും അനുനയവും ഒരു ഭാഗത്ത് നടന്നോട്ടെ, പക്ഷേ ഞങ്ങളിപ്പോൾ യുദ്ധത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്, ഇറാനെ ആക്രമിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം, അത് നടത്തിയേ തീരൂ എന്നൊരു ഫീലുണ്ടോ? അങ്ങനെ ആക്രമിക്കുമെന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. പക്ഷേ ഒരു യുദ്ധമുണ്ടാവാൻ സാധ്യത തള്ളിക്കളയാനും കഴിയില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വശത്ത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഇൻഡയറക്റ്റ് സ്പീച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ചും ന്യൂക്ലിയർ വിഷയത്തിലും നോൺ ന്യൂക്ലിയർ വിഷയങ്ങളിലും. ഇപ്പോൾ ന്യൂക്ലിയർ വിഷയത്തിൽ ഇറാൻ്റെ കാലങ്ങളായിട്ടുള്ള അവരുടെ നിലപാടുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ആണവായുധം ഇല്ല, ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. പക്ഷേ ഞങ്ങൾ സിവിലിയൻ ആവശ്യങ്ങൾക്കുള്ള ന്യൂക്ലിയർ പ്രൊജക്ട്സ് നിർത്തിവെക്കില്ല. എന്തിൻ്റെ പേരില്ല? സീറോ യുറേനിയം പ്രോലിഫിക്കറേഷൻ എന്ന് പറയുന്ന ആ പരിപാടിക്ക് നമ്മളില്ല. നമ്മൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ആണവശക്തി ഉപയോഗിക്കും എന്നുള്ളത് തന്നെയാണ് നിലപാട്. അതിലൊരു വിട്ടുവീഴ്ച ഈ ടോക്കിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ടോക്ക് നടക്കുന്നതിനാണ്, ഈ ടോക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ഡിപ്ലോമാറ്റിക് ഇതാണല്ലോ, ഒരു നീക്കമാണല്ലോ, നയതന്ത്രപരമായ നീക്കമാണ്. പരസ്പരം ചർച്ച നടത്തി ഒരു പ്രശ്നം പരിഹരിക്കുക. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് എന്താണ്? തോക്കുമുകളിലെ ചർച്ചയാണത്. അതിന് ഈ ഡിപ്ലോമസിയിൽ ഗൺ ബോട്ട് ഡിപ്ലോമസി എന്നാണ് പറയുക. ഒരാളെ തോക്ക് ചൂണ്ടി നിങ്ങൾ ചർച്ച ചെയ്യുക എന്ന് പറയുന്ന പോലെയാണ് ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ദിവസവും അദ്ദേഹത്തിൻ്റെ ട്രൂ സോഷ്യലിലും അല്ലാതെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ ഇപ്പോൾ 2 യുദ്ധക്കപ്പൽ ഓൾറെഡി പേർഷ്യൻ ഗൾഫിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു, 2 ഉണ്ട്, എബ്രഹാം ലിങ്കണും ജെറാർഡ് ഫോർഡും. അതുകൂടാതെ സൈനിക നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത്, മറുവശത്ത് ഇവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇറാനെ സമ്മർദ്ദത്തിലാക്കി ഇസ്രായേലിന് ഒരു തരത്തിലുള്ള ഭീഷണിയുമാകാത്ത ഒരു രാജ്യമായി ഇറാനെ നിലനിർത്തുക എന്നുള്ളതാണ് US-ൻ്റെ തന്ത്രം. അല്ല, ഇത് അമേരിക്കയ്ക്ക് വേണ്ടി ചെയ്യുന്നൊരു കാര്യമേ അല്ലല്ലോ, എല്ലാവർക്കും അറിയാം. ഇസ്രായേലിനെ സുരക്ഷിതമാക്കുക എന്നുള്ള ഒരു ഒറ്റ അജണ്ട മാത്രമാണ് US-ന് അതിലുള്ളത്. അതിന് US ഏതറ്റം വരെ പോകും എന്നുള്ളതിൻ്റെ തെളിവാണിത്. കാരണം ഇതുവരെയും ഒരു US പ്രസിഡന്റുമാരും ചെയ്യാത്ത കാര്യമാണിതൊക്കെ. അതായത് ഇറാനെ വരുതിയിലാക്കാൻ വേണ്ടി യുദ്ധക്കപ്പലുകൾ അയച്ച് ചർച്ചയ്ക്ക് ക്ഷണിക്കുക എന്നുള്ളത് ഇതുവരെ. കാരണം ഇതിനു മുമ്പും ഇറാനുമായി അമേരിക്കയ്ക്ക് തർക്കങ്ങളുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ന്യൂക്ലിയർ വിഷയങ്ങൾ തർക്കങ്ങളുണ്ടായിരുന്നു. അതിലേറ്റവും മനോഹരമായത് ചെയ്ത ആരാണ്? ഒബാമയാണ്. ഒബാമ എന്ത് ചെയ്യുന്നു? ഒരു കോംപ്രഹെൻസീവ് കരാറിലേക്ക് ഇറാനെ കൊണ്ടുവന്നു, ആ കരാർ സൈൻ ചെയ്തു, ഇറാന് മേലുള്ള ഉപരോധങ്ങൾ നീക്കുകയാണ് ചെയ്തത്. അവിടെ നിന്ന് ട്രംപ് പിന്നോട്ട് പോവുകയും വീണ്ടും എന്ത് ചെയ്യുന്നു? ഇസ്രായേലിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി ഇറാനെ വീണ്ടും സമ്മർദ്ദത്തിലാക്കി അവരുടെ എന്തെങ്കിലും ന്യൂക്ലിയർ ക്യാപ്പബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. പക്ഷേ ഇതിലൊരു പ്രശ്നം, അത് ട്രംപ് അഭിമുഖീകരിക്കുന്ന വേറെ പ്രശ്നമുണ്ട്. ട്രംപ് ഇത് പല കാര്യങ്ങളും കൊണ്ട്, ട്രംപിൻ്റെ ഡിപ്ലോമസിയെക്കുറിച്ച് നമുക്കറിയാം, വളരെ അപ്രതീക്ഷിതമായ നിലപാടുകൾ സ്വീകരിക്കുകയും അപ്രതീക്ഷിതമായി പെരുമാറുകയും ചെയ്യുന്ന ഒരാളാണ്. ഇവിടെ ആഭ്യന്തരമായിട്ട് ട്രംപ് നേരിടുന്ന ഒരു പ്രശ്നം കൂടിയുണ്ട്. മുമ്പ് പറഞ്ഞല്ലോ, ഈ ഇറാനെതിരായിട്ടുള്ള ഈ സമ്മർദ്ദം എന്തിനു വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയാണെന്നുള്ള ചർച്ച ഇപ്പോൾ അമേരിക്കയിൽ സജീവമാണ്. ഇത് ആർക്ക് വേണ്ടി ചെയ്യുന്നതാണ് എന്ന ചോദ്യം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ മുമ്പ് പരാമർശിച്ചുള്ള ഒരു പേരാണ് ടക്കർ കാൾസൺ. അതായത് ട്രംപിൻ്റെ ക്യാമ്പിലെ ഏറ്റവും വലിയ ട്രംപ് സപ്പോർട്ടറായിരുന്നു അയാൾ. പിന്നീട് വിദേശകാര്യ നയങ്ങളിൽ മാത്രം ട്രംപിൻ്റെ വിമർശനമായി മാറിയ ഒരു മാധ്യമപ്രവർത്തനം, കമൻറ്റേറ്ററുമാണ് അദ്ദേഹം. കഴിഞ്ഞ ദിവസം അദ്ദേഹം അമേരിക്കയുടെ ഇസ്രായേലിലേക്കുള്ള അംബാസഡറായ പോൾ ഹക്കാബിയെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഇസ്രായേലിൽ പോയി. അപ്പോൾ ഹക്കാബിയെപ്പറ്റി, അതായത് ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെ നിർണ്ണയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് ഹക്കാബി. അപ്പോൾ ഹക്കാബിയെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പല പരാമർശങ്ങളും നടത്തിയിരുന്നു. ഹക്കാബിയാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്, ഈ യുദ്ധം ജയിപ്പിക്കാൻ പോകുന്നത് ഹക്കാബിയാണ് എന്ന് മാത്രമല്ല, ഗസയിൽ ഒരു PhD നടന്നതിന് ശേഷം ഇപ്പോഴും ഇസ്രായേൽ അവിടെ ആക്രമണം നടത്തുന്നു. ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണ്. വംശഹത്യ പദം ഉപയോഗിക്കണം, ജനസൈഡാണ് എന്ന് വിളിച്ചു പറഞ്ഞ റിപ്പബ്ലിക്കൻ അനുകൂലിയാണ് ടക്കർ കാൾസൺ. അപ്പോൾ ഹക്കാബിയെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഇസ്രായേലിലെത്തിയ അദ്ദേഹത്തെ തിരിച്ചു പോരാൻ നേരത്ത് ഇസ്രായേലി പോലീസ് തടഞ്ഞു വെച്ച് പാസ്പോർട്ട് പരിശോധിച്ച് ചോദ്യം ചെയ്തു എന്ന് അദ്ദേഹം പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായി. അതായത് അതൊരു പ്രതികാര നടപടിയായിരുന്നു, ടക്കർ കാൾസണോടുള്ള ഇസ്രായേലിൻ്റെ പ്രതികാര നടപടിയായിരുന്നു പറയാം. അപ്പോൾ ഇസ്രായേലിൽ നിന്ന് അത്രയും ദുരനുഭവങ്ങൾ നേരിട്ട ടക്കർ കാൾസനെ പോലൊരു റിപ്പബ്ലിക്കൻ അനുകൂലി തിരിച്ച് അമേരിക്കയിൽ പോയിട്ട് ഇതേപ്പറ്റിയുള്ള പൊതുജനാഭിപ്രായം എങ്ങനെ രൂപീകരിക്കുന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. അതേ കുറേ മാസങ്ങളായിട്ട് അമേരിക്കയുടെ ഇസ്രായേൽ ഫലസ്തീൻ നയത്തെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിനിടയിലാണ് യുദ്ധസന്നാഹം. ഈ
യുദ്ധക്കപ്പലുകൾ 1 മീറ്റർ അങ്ങ് നീളണമെങ്കിൽ ഡോളർ ആവശ്യമാണ്. എവിടെയോ കിടക്കുന്ന യുദ്ധക്കപ്പലുകൾ എന്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ഇനി പേർഷ്യൻ ഗൾഫിലേക്ക് ഒന്നങ്ങോട്ട് നീക്കിയിടണമെങ്കിൽ കാശ് വേണം. അപ്പോൾ ഈ പണം ചെലവഴിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണെന്ന ചോദ്യം വളരെ പ്രസക്തമായിട്ട് ടക്കർ കാൾസൺ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊന്ന്, അമേരിക്കയുടെ വിദേശ നയത്തെ യഥാർത്ഥത്തിൽ തീരുമാനിക്കുന്ന ആരാണ്? അത് ഇസ്രായേലാണെന്ന് ഇവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് ട്രംപ് അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. മറ്റൊന്ന്, അതിനിടയിൽ ആണ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള എപ്സ്റ്റീൻ ഫയൽസ് എന്നൊരു കുടത്തിൽ നിന്നുള്ള ഭൂതത്തെ തുറന്നുവിട്ടിരിക്കുന്നത്. ഈ എപ്സ്റ്റീൻ ഫയൽസിൽ പുറത്തു വിടാത്ത ചില ഫയലുകൾ, അതായത് ട്രംപിന് ഭീഷണിയാകും എന്ന് ട്രംപ് ഭയക്കുന്ന ചില ഫയലുകൾ, ആ ഫയലുകൾ ഇറാനിയൻ ഹാക്കർമാരുടെ കയ്യിലുണ്ടെന്നൊരു വാർത്ത ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഇറാനിയൻ ഹാക്കർമാർ അത് കൈവശം വെച്ചിട്ടുണ്ട്. അത് ഈ പറയുന്ന ഈ ഡീൽ മേക്കിങ്ങിൽ, അതുപോലെ US-ൻ്റെ ഈ ഇപ്പോഴത്തെ യുദ്ധനീക്കത്തിൽ അത് വളരെ നിർണായകമാകുമെന്ന ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്സ്റ്റീൻ ഫയൽസ് ട്രംപ് പുറത്തുവിടാത്തതിന് കാരണം അതിൽ ട്രംപിൻ്റെ പേരുള്ളതുകൊണ്ടാണെന്ന് പരസ്യമായി പറഞ്ഞ ആളാണ് എലോൺ മസ്ക്. നമ്മൾ ഈ പുറത്തു വന്ന ഫയലുകളിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പരാമർശിക്കപ്പെട്ട ആദ്യത്തെ 5 പേരിൽ ഒരാൾ എലോൺ മസ്കാണ്. അപ്പോൾ ഈ പുറത്തുവിട്ട എപ്സ്റ്റീൻ ഫയൽസ് വളരെ കൃത്യമായി ഫിൽട്ടർ ചെയ്തിട്ടുള്ളതാണെന്ന് ഉറപ്പാണ്. അപ്പോൾ ഒരു വശത്ത് ഒരു ടിക്ലിംഗ് ബോംബ് പോലെ എപ്സ്റ്റീൻ ഫയൽ നിൽക്കുന്നു, മറുവശത്ത് ഈ പറയുന്ന ചർച്ച നടക്കുന്നു, ഒരു വശത്തു കൂടി യുദ്ധ നീക്കവും നടക്കുന്നു. ഇത് വളരെ അമേരിക്കയെ സംബന്ധിച്ച്, ഇസ്രായേലിനെ സംബന്ധിച്ചല്ല, അമേരിക്കയെ സംബന്ധിച്ച് വളരെ നിർണായകമായ നിമിഷമാണ്. ഇവിടെ ട്രംപിനെ പോലുള്ള ഒരാൾ എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ട്രംപിൻ്റെ തന്നെ ഭാവി തീരുമാനിക്കുന്നത്. ഈ ചർച്ച യഥാർത്ഥത്തിൽ ഇറാനേക്കാൾ ഇസ്രായേലിനേക്കാൾ ട്രംപിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതെന്നാണ് ഇപ്പോഴത്തെ സംഭവവികാസങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. യെസ് നിഷാദ്, അപ്പോൾ ഇസ്രായേലിൻ്റെ സമ്മർദ്ദവും എപ്സ്റ്റീൻ ഫയൽസും അടക്കം അമേരിക്കയ്ക്ക് ഇപ്പോൾ ഒരു ആക്രമണമോ യുദ്ധമോ ഒക്കെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ അനന്തരഘട്ടം ഒരു യുദ്ധമാണെന്നൊരു ആശങ്കയുണ്ടോ? അല്ല, യുദ്ധം എന്ന് പറയുന്ന സംഗതിയിലേക്ക് പോകാനുള്ള പ്രയാസത്തെക്കുറിച്ചല്ല ജെയിംസ് പറഞ്ഞത്. അതായത് അമേരിക്കയ്ക്ക് ഇറാന് മേലുള്ള ഒരു യുദ്ധം നടത്താനായിരുന്നു ഇതിനു മുമ്പ് പല സന്ദർഭങ്ങളുണ്ടായിരുന്നല്ലോ. അതായത് ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്ന സമയം നമുക്ക് ഓർമ്മയുണ്ട്. 12 ദിവസം നീണ്ടുന്ന യുദ്ധം. ആ യുദ്ധത്തിൽ പോലും വിനാശകരമായ ഒരു എയർ സ്ട്രൈക്ക് നടത്താൻ വേണമെങ്കിൽ അമേരിക്കയ്ക്ക് കഴിയുമായിരുന്നു. പക്ഷേ അമേരിക്ക അതിന് നിന്നില്ല. എന്ന് മാത്രമല്ല, അമേരിക്കൻ നഥാൻസ് ആണവ നിലയത്തിൽ നടത്തിയിട്ടുള്ള ഈ B-2 ബോംബർ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണം നേരത്തെ തന്നെ ഇറാനെ എല്ലാം മുൻകൂട്ടി അറിയിച്ചിട്ടാണെന്നിട്ടുള്ള കഥകൾ പുറത്തു വരികയും അവിടെ നിന്നുള്ള യുറേനിയം മുഴുവൻ മാറ്റിയ ശേഷമാണ് അവിടെ ബോംബിടുക പോലും ചെയ്തത്. ഇറാന് കാര്യമായ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുള്ള ഒന്നല്ല എന്ന് മാത്രമല്ല, അതോടുകൂടി അമേരിക്ക അത് അവസാനിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് അമേരിക്ക ഇറാനെ സമ്പൂർണ്ണ രൂപത്തിൽ ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള വലിയ ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. നമ്മൾ നേരത്തെ പലകുറി സംസാരിച്ച പോലെ അങ്ങനെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ അതൊരു ഏകപക്ഷീയമായ ആക്രമണമായി അവസാനിക്കില്ല എന്ന് മാത്രമല്ല, അത് ആ റീജിയനെ ആകമാനം തൊലച്ച് കളയുന്ന ആക്രമണമായിട്ട് വികസിക്കും. ലോകത്താകമാനം അത് റിസഷൻ പോലെയുള്ള വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ പോലെ ട്രംപിൻ്റെ അക്കാര്യത്തിലുള്ള വ്യക്തിപരമായ പരിമിതികളാണ്. ഒന്നാമത്തെ കാര്യം, ട്രംപ് 2ാം തവണ അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നൊരു പോപ്പുലാരിറ്റി മീറ്റർ അദ്ദേഹത്തിന് ഇപ്പോൾ കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്ന് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഈ താരിഫ് യുദ്ധം പുറത്ത് അദ്ദേഹത്തിൻ്റെ വലിയ വിരാട രൂപമായിട്ടൊക്കെ അവകാശപ്പെടുമ്പോഴും അമേരിക്കൻ ആഭ്യന്തര വിപണിയിൽ വലിയ തോതിലുള്ള വിയോജിപ്പ് ട്രംപിനായിട്ട് ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഭയങ്കര വിധത്തിലുള്ള വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ ലോക്കൽ ബിസിനസ് ഗ്രൂപ്പിനെ മുഴുവൻ അത് ബാധിക്കുകയും ഒക്കെ ചെയ്യും. അവിടുത്തെ അമേരിക്കൻ ചേംബർ ഓഫ് കൊമേഴ്സ് ഒക്കെ കടുത്ത വിയോജിപ്പ് ട്രംപിനോട് രേഖപ്പെടുത്തി. അപ്പോൾ ട്രംപ് ആദ്യത്തെ 100 ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ അൺപോപ്പുലർ ആവുന്ന ഒരു പ്രസിഡന്റ് എന്ന പദവിയിലേക്ക് വീണു പോയത് അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ്. ഒന്ന്, അദ്ദേഹത്തിൻ്റെയും നേരത്തെയുള്ള എലോൺ മസ്കിൻ്റെയും നേതൃത്വത്തിൽ കൊണ്ടുവന്ന ഭരണ നവീകരണ വകുപ്പ് പ്രകാരം ജോലി പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഒപ്പം ഈ പറയുന്ന ട്രഷറി നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ട് തൊഴിൽ പോയിട്ടുള്ള സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് പേര് അമേരിക്കയിലുണ്ട്. മംതാനിയെ പോലുള്ള ആളുകളുടെ രാഷ്ട്രീയ വിജയം, അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന പൊളിറ്റിക്സിനിടുന്ന സ്വീകാര്യത, ട്രംപ് ആ നിലയ്ക്കുള്ള ശരിക്കുമുള്ള ഒരു സമ്മർദ്ദത്തെ അനുഭവിക്കുകയാണ്. രണ്ടാമത് ഈ പറഞ്ഞ പോലെയുള്ള നമ്മുടെ നികുതി പണം കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുപോയി തുലയ്ക്കണമെന്ന ചോദ്യം, നമ്മുടെ പൗരന്മാരെ, നമ്മുടെ പട്ടാളക്കാരെ നിങ്ങൾ കൊണ്ടുപോയി കൊല്ലാനിട്ട് കൊടുക്കണമെന്ന ചോദ്യം, അങ്ങനെ ചെയ്യില്ല എന്നും നമ്മുടെ റിസോഴ്സസ് നമ്മൾ യുദ്ധത്തിന് ചെലവഴിക്കില്ല എന്നും വാഗ്ദത്തം ചെയ്തിട്ട് അധികാരത്തിൽ വന്നിട്ടുള്ള ആളാണ് ട്രംപ്. അപ്പോൾ ആ ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വ്യക്തിപരമായ തടസ്സങ്ങളുണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ കാണുന്നത് പോലെ യുദ്ധമുണ്ടായാൽ ആ യുദ്ധത്തിൻ്റെ ഭാഗമായി GCC രാജ്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാവും. GCC രാജ്യങ്ങളുമായിട്ടെല്ലാം ട്രംപിന് വ്യക്തിപരമായ ഡീലുണ്ട് നമുക്കറിയാം. അപ്പോൾ അതും ആ സമ്മർദ്ദം അദ്ദേഹം എടുക്കണം. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, നേരത്തെ പറഞ്ഞ പോലെ തോക്ക് തലയിലേക്ക് അടുപ്പിക്കുകയാണ്, പരമാവധി ഫോഴ്സ് ചെയ്യുകയാണ് ഇറാനിലേക്ക്, ഞങ്ങൾ പറയുന്ന പരിപാടി അംഗീകരിക്കണം എന്ന്. ഇറാന് പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയാത്ത ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഇപ്പോൾ 2 ആഴ്ച സമയമുണ്ട് പേപ്പർ തിരിച്ചു കൊടുക്കാൻ. ഞങ്ങൾ എഴുതിയിട്ട് എന്താണ് പറ്റുക എന്നുള്ളത്. നിങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കണം, നിങ്ങളുടെ ബാലിസ്റ്റിക് മിസൈലിൻ്റെ റേഞ്ച് കുറയ്ക്കണം എന്നെല്ലാം പറഞ്ഞാൽ ആ രാജ്യത്തെ സംബന്ധിച്ച് അതിൻ്റെ അതിജീവനത്തിന് തന്നെ പ്രയാസം ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ്. സോ അതിൻ്റെ മീറ്റിംഗ് പോയിന്റിലേക്ക് എത്തുക എന്നുള്ളത് ഭയങ്കരമായ സങ്കീർണമായ കാര്യമാണ്. അത് എത്തുമോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. പക്ഷേ ആക്രമിക്കാനായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി നേരത്തെ തന്നെ ട്രംപിന് ആക്രമിക്കാമായിരുന്നു. ആക്രമിക്കാൻ കഴിയാത്ത പ്രതിസന്ധി അദ്ദേഹത്തിന് മുമ്പിലുണ്ട്. ബട്ട് ഞാൻ വിചാരിക്കുന്ന ഒന്ന്, ഈ
ഇസ്രായേൽ ജൂയിഷ് ലോബി ഈ യുദ്ധം ഉണ്ടാക്കാൻ ആഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലി പത്രങ്ങൾ മുഴുവൻ നിങ്ങളെടുത്ത് വായിച്ചു നോക്കിയാൽ അതിലെല്ലാം കാണുന്നത് യുദ്ധം എന്തുകൊണ്ട് ആവശ്യമാണെന്ന തരത്തിലുള്ള പീസുകൾ ഇങ്ങനെ നിരന്തരം വായിക്കാൻ പറ്റും. ജെറുസലേം പോസ്റ്റൊക്കെ എടുത്ത് വായിച്ചാൽ അതിനകത്ത് ഇറാനിലെ സ്വാതന്ത്ര്യമോഹികളായ മനുഷ്യരെ വഞ്ചിക്കുന്ന ട്രംപ് എന്ന് വെച്ചാൽ അവർക്ക് സഹായം എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ, ഇതുവരെ എത്തിച്ചിട്ടില്ലല്ലോ. ഇറാൻ എങ്ങനെയാണ് ലോകത്തിന് ഭീഷണിയാവുന്നത്, ഇറാൻ എങ്ങനെയാണ് റീജിയന് ഭീഷണിയാവുന്നത്, ട്രംപ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാഗ്ദത്തം നിറവേറ്റാത്തത്, ട്രംപിന് എന്താണ് ഇറാനിൽ ചെയ്യേണ്ടെന്ന കാര്യത്തിൽ ക്ലാരിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിരാശാലേഖനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തിനാണ്? ഫോഴ്സ് ചെയ്യാൻ വേണ്ടിയാണ്. ഓഫ് കോഴ്സ് നമുക്കറിയാവുന്ന പോലെ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ്റെ തീരുമാനങ്ങൾക്കകത്ത് ഉറപ്പായിട്ടും ജൂയിഷ് ലോബിയുടെ പണി നടക്കുന്നുണ്ടാവുമല്ലോ. ആ സമ്മർദ്ദം ഉണ്ടാവും. ആ സമ്മർദ്ദത്തിനിടയിലൂടെ ഈ പ്രശ്നത്തെ എങ്ങനെയും പരിഹരിക്കാൻ വേഗത്തിൽ ഇറാൻ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു സമ്മതപത്രം എഴുതി തരട്ടെ എന്ന് ട്രംപ് ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാത്ത പക്ഷം നമ്മളെല്ലാവരും, നമുക്കിതൊരു വിദേശ വിഷയമായിക്കൂടാ ഒരിക്കലും, ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധം ഉണ്ടായാൽ അത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ആ റീജിയനിലെ പല രാജ്യങ്ങളും ഇൻവോൾവ് ആയാൽ നമ്മൾ ഓരോരുത്തരെയും അത് ബാധിക്കാൻ വന്ന വിഷയമാണ്. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മൾ GCCയിലെ പ്രവാസ സമൂഹവും നമ്മളും തമ്മിലുള്ള കണക്ട് എന്ന് പറഞ്ഞാൽ അത്രയും ആഴമുള്ള ഒന്നാണ് എല്ലാ അർത്ഥത്തിലും. അപ്പോൾ അതിന് പരിക്ക് പറ്റും. ആ പരിക്ക് നമ്മളെല്ലാവരെയും ബാധിക്കും. ലോകത്താകമാനം അത് റിസഷനിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകും. കാരണം രണ്ട് ശക്തി രാഷ്ട്രങ്ങൾ അമേരിക്കയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇറാൻ കുറച്ച് ചെറുതാണെങ്കിലും ഇറാൻ ഒരു ശക്തി രാഷ്ട്രമാണ് സൈനിക ശേഷിയുടെ കാര്യത്തിൽ. ആ ചേരിയിൽ വേറെ ആരൊക്കെ വന്ന് കൂടുമെന്ന് പറയാൻ പറ്റില്ല. അവരെവിടെയൊക്കെയാണ് പ്രത്യാക്രമണത്തിന് തുനിയെന്ന് അറിയാൻ പറ്റില്ല. സോ ആ യുദ്ധം ഈ റീജിയനെ ആകമാനം ബാധിക്കും, ഇന്ത്യയെ പോലും ബാധിക്കും. ഇന്ത്യയുടെ ഒരുപാട് സാമ്പത്തിക താല്പര്യമൊക്കെ കിടപ്പുണ്ട്. ചബഹാർ പോർട്ട് അടക്കമുള്ള ഇന്ത്യ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്ത് നടത്തിയിരിക്കുന്ന സ്ഥലമാണത്. അപ്പോൾ ഇന്ത്യക്ക് ഒരു രാഷ്ട്രം എന്ന നിലയ്ക്ക് നഷ്ടമുണ്ടാവും, മലയാളികളെന്ന നിലയ്ക്ക് നമുക്കെല്ലാം നഷ്ടം ഉണ്ടാവുന്നതായിരിക്കും. ആ യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് സത്യത്തിൽ നമ്മൾ ആഗ്രഹിക്കുകയും ആശിക്കുകയും വേണം. ഉണ്ടായാൽ ഒരു പക്ഷേ നമ്മുടെ തലമുറ കാണുന്ന ഏറ്റവും വിനാശകരമായൊരു യുദ്ധമായിട്ടത് വികസിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനെക്കുറിച്ച് അമേരിക്കയ്ക്ക് ഒരു കൺസേൺ ഉണ്ടാവും. അതിൻ്റെ പേരിലായിരിക്കും ഇത് വൈകിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു.